കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടും പിന്നെയും അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം, ഈ ജേർണിയിൽ വരുമ്പോൾ, അത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലായിക്കോട്ടെ, ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലായിക്കോട്ടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സോൾ പർപ്പസ് ചെയ്യണമെന്നുള്ളത്, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു കമൻസ് ആയിട്ടാണെങ്കിലും മെസ്സേജസ് ആയിട്ടാണെങ്കിലും ആകാശിക് റെക്കോർഡ് റീഡിങ്സിൽ പിന്നെ വന്നിട്ട് കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ചോദ്യങ്ങളിലൊന്നാണ്, ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അവേക്കനിങ് ജേർണിയിലേക്ക് വരുമ്പം വരുന്ന ഒരു ഡൗട്ടാണ് എൻ്റെ സോൾ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഈ ജേർണിയിൽ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസിൽ ഈ സോൾ പർപ്പസിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോളിൻ്റെ ഒരു പർപ്പസ്, അതായത് നമ്മുടെ ആത്മാവ് ഈ ബോഡിയിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ എർത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ എർത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പേർപ്പസായിട്ട് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ആസ് പെർ ദ സോൾ എഗ്രിമെൻറ്റ്. ഇതാണ് നമ്മൾ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ മാക്സിമം അവരുടെ ഒരു ലാസ്റ്റ് ജന്മമായിരിക്കും. ഒരു 3D യൂണിയനൊക്കെ ആയി കഴിയുകയാണെങ്കിൽ, എഗെയിൻ ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവർക്ക് കഴിഞ്ഞ ലൈഫ് ടൈംസിൽ എവിടെയെങ്കിലും പെൻഡിങ് ആയിട്ട് സോൾ പർപ്പസസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സോൾ പർപ്പസുകൾ ഫിയർ ബേസ്ഡ് എനർജിയിൽ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളുടെ 3D ഐഡൻറ്റിറ്റിയിൽ അല്ലാതെ, അതായത് ഇപ്പോൾ 3Dയിൽ നമ്മളൊരു ഡോക്ടറായിരിക്കാം, എൻജിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, ഇതിനൊക്കെ ബിയോണ്ട് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഒരു സോൾ പർപ്പസിൽ വരുമോ എന്ന് ചോദിച്ചാൽ അത് ലൈഫ് പർപ്പസിലായിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ സോൾ പർപ്പസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ആത്മാവിൻ്റെ പാഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ ഹാപ്പിനെസ്സിന്, ആ ഒരു ആത്മാവിൻ്റെ ഇന്നർ ഹാപ്പിനെസ്സിന്, നമ്മുടെ ഫുൾഫിൽമെൻറ്റിന്, നമ്മുടെ കംപ്ലീറ്റ്നെസ്സിൻ്റെ ഫീലിങ്ങിൽ വരാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സോൾ പർപ്പസിൽ തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾ പർപ്പസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ സോൾ പർപ്പസ്. അറ്റ് ദ സെയിം ടൈം സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിയേഴ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിയർ ബേസ്ഡ് എനർജിയിൽ നമ്മളതിനെ വെളിയിലേക്ക് വരാതെ സപ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യവുമായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഹീലിംഗ് ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒത്തിരി ഇഷ്ടമുള്ള ഒരു സോളായിരിക്കാം. പക്ഷേ അവരുടെ ആസ് പെർ ദ കണ്ടീഷനിങ്, അവരുടെ വീട്ടിൽ നിന്ന്, അവരുടെ സൊസൈറ്റി കൺസേൺസിലോ അവർ പഠിച്ച് വലുതായി എന്തൊക്കെയോ ആവണമെന്നുള്ള ഒരു നെട്ടോട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിങ്ങിൽ വരുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ മറന്നുപോകും, ഇതിനെ സപ്രസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ കൃഷി ചെയ്യാമെന്ന് പറയുമ്പോൾ അത് പിന്നെ എൻ്റെ വീട്ടുകാർ അംഗീകരിക്കില്ല, എൻ്റെ നാട്ടുകാർ അംഗീകരിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹമുള്ളവർ കാണും, ഡാൻസ് ഒത്തിരി പാഷനായിട്ട് എടുത്തിട്ട് പഠിച്ചിട്ട് വിട്ട് കളഞ്ഞവർ കാണാം, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പറ്റാതെ ഒത്തിരി ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് തരുന്ന കാര്യത്തെ വിട്ടു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ച കാര്യമൊക്കെ ആയിരിക്കും. ഇതൊക്കെയും സോൾ പർപ്പസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നെ നമ്മുടെ സോൾ പർപ്പസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാൻ പാകം, ആ ഒരു ഇന്നർ വോയിസിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സോൾ പർപ്പസിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെയാണ് എനർജി ആൻഡ് വൈബ്രേഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ക്രൂഷ്യൽ റോൾ നമ്മുടെ അവേക്കനിങ് ജേർണിയിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സോൾ പർപ്പസ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഹീലാക്കുക, നിങ്ങളുടെ ഹീലിങ്ങിന് ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്, നമ്മളിപ്പോൾ ഒരു 10 ദിവസം ഹീലായി, 1 മാസം ഹീലിംഗ് ചെയ്തു, അല്ലെങ്കിൽ 6 മാസം ചെയ്തു, 1 വർഷം ചെയ്തു
കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി ഒരു എന്താ പറയുന്നത്, ഒരു ഡിവിനിറ്റിയിലേക്ക് വന്നു. ഞാനിനി അടുത്തായിട്ട് എൻ്റെ സോൾ പർപ്പസുകൾ മൊത്തം ചെയ്ത് തീർത്തിട്ട് ഞാൻ എൻ്റെ യൂണിയൻ കഴിഞ്ഞു ഞാനങ്ങ് പോവുകയാണ്. അങ്ങനെയല്ല അത്. സോൾ പർപ്പസ് ഓരോ അവേക്കനിങ്ങിൻ്റെ ഓരോ സ്റ്റേജസിൽ നമുക്ക് റിവീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഹീലിംഗിലേക്ക് വന്നു, ഡെഡിക്കേറ്റഡ്ലി നമ്മളെ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് ആരെങ്കിലുമൊക്കെ വരും. എനിക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ അവരുടെ കഷ്ടപ്പാടുകൾ പറയും. ഹീലേഴ്സിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. കാരണം ഞാനൊരു ഹീലർ ആയതുകൊണ്ട്, അതായത് അതിൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫിൽ അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫീലായ ഒരു കാര്യം, അത് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാത് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യായത്. അപ്പോൾ അവരായിട്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് വരും. അതിപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കൗൺസിലിംഗ് ആണോ, അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊരു ഹെൽപ്പാണോ, അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എനർജീസിന് ഒരു എന്തെങ്കിലും ഹെൽപ്പാണോ, അല്ലെങ്കിൽ മസ്കുലൈൻ എനർജീസിന് എന്തെങ്കിലും ഒരു ഹെൽപ്പാണോ എന്നൊക്കെ ഉള്ളത് അതാത് സോൾ പർപ്പസിൻ്റെ അനുസരിച്ച്, സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ ഹയർ ഡയമെൻഷൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അതിൻ്റെ മീനിങ് ഞാൻ 5D എന്ന് പറയുന്നില്ല ഇവിടെ. നമ്മൾ ഈവൻ ഒരു 4Dയിലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു വൈബ്രേഷനെക്കുറിച്ചും കുറച്ചൊന്ന് ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന സോൾസ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോൾ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല, അല്ലേ? നിങ്ങളെ ഹീലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യപ്പെടും, യൂണിവേഴ്സിനാൽ കണക്ട് ചെയ്യിക്കപ്പെടും. രണ്ടാമത്തേത്, ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്ക് സോൾ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഞാൻ പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു 4th ഡയമെൻഷൻസിലൊക്കെ വന്നു, സോൾ പർപ്പസ് ആരെങ്കിലുമൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി, നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ച് അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് പറയാൻ, നിങ്ങളിൽ പലർക്കും ഒരു അനുഭവം കാണും, ഈവൻ അവേക്കനിങ്ങിന് മുമ്പാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മുടെ പർപ്പസ് ആയതുകൊണ്ടാണ് ആ സോൾസ് നമ്മളിലേക്ക് കണക്ട് ആയതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം സെൽഫ് വർത്ത് ഇഷ്യൂസ് ആണ്. ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ, എനിക്കിങ്ങനെ ചെയ്യാമോ, ഞാൻ ടോട്ടലി ഹീൽഡ് ആണോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സർഫേസിൽ വരും. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു വർത്തിനെസ്സിൻ്റെ ഒരു മേളിലൊരു ക്വസ്റ്റ്യൻ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ പിന്നെയും നമ്മൾ പഠിക്കുന്ന ഒരു പാഠമെന്ന് പറഞ്ഞാൽ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. കാരണം ആസ് എ ഹീലർ, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സോളാണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അത് നിങ്ങളുടെ മൈൻഡോ നിങ്ങളുടെ ബോഡിയോ അല്ലേ? അപ്പോൾ സോൾ ആക്ടിവേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ത്രൂ യുവർ സോൾ, നിങ്ങളുടെ സോളിലൂടെ യൂണിവേഴ്സാണ് അവിടെ ആക്ഷൻ എടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരാൾ എന്തെങ്കിലും ഒരു ഗൈഡൻസിന് വന്നു എന്ന് വിചാരിച്ചോളൂ, ആൾക്ക് എന്നിലൂടെ യൂണിവേഴ്സാണ് ഗൈഡൻസ് കൊടുക്കുന്നതെന്നുള്ള ഒരു സറണ്ടർ സ്റ്റേജിൽ വന്നിട്ട് സോൾ പർപ്പസ് ചെയ്യുക. അടുത്തതായിട്ട് ഇവിടെ പലർക്കും ഉള്ള ഒരു ചോദ്യം, പലപ്പോഴും കേട്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. സെൽഫ് വർത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ടോട്ടലി ഹീൽഡ് അല്ല, ഞാൻ എങ്ങനെ ഹീലിംഗ് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് നമ്മൾ ടോട്ടലി ഹീൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ, ഈ ഒരു മൊമെന്റ് വരെ ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ്. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഹയർ വൈബ്രേഷനിൽ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നു. കാരണം നമ്മൾ നിൽക്കുന്നത് 3rd ഡയമെൻഷണൽ പ്ലെയിനിലാണ്, എർത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ പല പർപ്പസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അവിടെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ എൻറ്റയർലി നമ്മൾ ഒരു ഡിവൈൻ എനർജിയിൽ നിന്നുകൊണ്ട് ഹ്യൂമൻ ഫോമിൽ ഇരുന്നു കൊണ്ട്, അതായത് ആ ഡിവൈൻ എനർജീനെ ഹ്യൂമൻ ഫോമിലൂടെ എർത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതാണ് നമ്മുടെ സോൾ പർപ്പസ് ബേസിക് ആയിട്ട്. ഈ എർത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഡിഫറെൻറ്റ് ഫോംസ് ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹീലാവാണ്ട് ഞാൻ സോൾ പർപ്പസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒറ്റക്കാര്യം പറഞ്ഞു തരാനുള്ളൂ. ഇതൊക്കെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ആണെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ, ഇപ്പം സ്റ്റേജസ് ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സ്റ്റേജസ് ഒക്കെ അറിയാം, ഇത്രയാണ് നമ്മൾ അനലൈസ് ചെയ്യും. അതും മൈൻഡും കൊണ്ട് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വരെ എത്തി, ഇത്ര ഞാൻ ഹീൽഡ് ആണെന്നൊക്കെ. അപ്പോൾ
അങ്ങനെയുള്ള ഡൗട്ട്സിനെയും ലെറ്റ് ഗോ ചെയ്യുക. അപ്പം ഒരു 4th ഡയമെൻഷനിൽ വന്ന ഒരാൾ സോൾ പർപ്പസ് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് നമ്മളെ ഹീലാക്കുന്ന അല്ലാതെ മറ്റുള്ളവരെ ഹീലാക്കുന്ന ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ എനർജിയുടെ പ്രശ്നം വരും. അതായത് എനർജി ഡ്രെയിൻ ആവുന്ന പോലെ, എനർജി സക്ക് ആവുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നും. അവിടെ നമ്മളുടെ ലെസൺ എന്താണ്? അതിനെ പേടിച്ച് ഞാൻ എൻ്റെ പർപ്പസ് ചെയ്യില്ല, ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിലും ബെറ്ററായിട്ട് നമുക്കവിടെ യൂണിവേഴ്സ് പഠിപ്പിക്കാൻ നോക്കുന്ന ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ ആ എനർജീനെ എങ്ങനെ ബാലൻസ് ചെയ്യണം. അതായത് നിങ്ങൾ ആയി എന്ന് വിചാരിച്ച എനർജി ഒരാൾക്ക് ഓവർ ഗിവിങ് ആകുമ്പോഴായിരിക്കും നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുന്നത്. ആദ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ സോൾ പർപ്പസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന ലെസൺ ഒരു ബോർഡർ വെച്ച് ആൾക്കാർക്ക് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബോർഡർ വെച്ചെന്ന് പറഞ്ഞു അവരൊക്കെ കഷ്ടപ്പാട് കേൾക്കുമ്പം നമ്മളൊരു എംപാത്തായിട്ട് ഒത്തിരി അങ്ങ് ഓവർ ഗിവിങ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ ആ ഒരു കാര്യങ്ങൾ എഫക്റ്റ് ആവും. അടുത്തായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോൾ പർപ്പസ് ചെയ്തു വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ എനർജീനെ നമ്മൾ എടുക്കാൻ തുടങ്ങും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരാളോട് ഒരു 10-15 മിനിറ്റ് സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ടൊരു എത്രിക് കോഡ്സ്, ഒരു എനർജറ്റിക് കോഡ്സ് കണക്റ്റ് ആവുകയും ചെയ്യും. ആ എനർജറ്റിക് കോഡ്സിലൂടെ നമ്മുടെ എനർജിയും അവരുടെ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഹയർ എനർജി നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹയർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ലോവർ എനർജി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറിറ്റേഷൻ വരും, നമുക്ക് പലതരത്തിൽ ലോവർ വൈബ്രേഷനിലേക്ക് നമ്മൾ പോകും. ആ ലോവർ വൈബ്രേഷനിലേക്ക് പോകുമ്പം മനസ്സിലാക്കുക ഇനി ഒരാളുടെ എനർജി നമ്മൾ എടുക്കുകയാണ്, അതായത് അതാണ് വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ എനർജീനെ നമ്മൾ ടേക്ക് ബാക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ പഠിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും സോൾ പർപ്പസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് ഇന്ന് ഞാൻ എൻ്റെ സോൾ പർപ്പസ് പോയി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ സോളിൽ നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും യൂണിവേഴ്സ് സപ്പോർട്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അതാണ് ഈ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് സോൾ പർപ്പസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള ചാലഞ്ചസ് വരും, പലതരത്തിലുള്ള ടാസ്കുകൾ തരും. എൻറ്റയർലി ഈ ഒരു എനർജി ബാലൻസിങ് എന്ന് പറയുന്നത് എവറി ഡേ ആൻഡ് ഡേ ടു ഡേ നമുക്കൊരു ടാസ്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സോൾ പർപ്പസിൽ എസ്റ്റാബ്ലിഷ് ആയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വെൽ ആൻഡ് ഗുഡ്, നന്നായിട്ട് ബാലൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അടുത്ത സോൾ പർപ്പസ് തരും. എക്സ്റ്റൻഷൻ ആയിരിക്കാം. ഇപ്പോൾ ഹീലിംഗ് ആണെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ഹീലിംഗ് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് വൈബ്രേഷൻ്റെ അനുസരിച്ച് നമുക്ക് എന്താണോ റിവീൽ ചെയ്യപ്പെടേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ടാപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇത്രയൊരു എക്സ്പീരിയൻസിൽ ഞാൻ എൻ്റെ ജേർണിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ സോൾ പർപ്പസ് എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തേടി പോകേണ്ട. ഞാൻ എന്തുകൊണ്ട് സോൾ പർപ്പസ് ചെയ്യാൻ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലരുടെ അടുത്തുനിന്ന് കേൾക്കാറുണ്ട്. അപ്പം ഈ ജേർണി, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്, സ്പിരിച്വൽ അവേക്കനിങ് ജേർണി എന്ന് പറയുന്നത്, കുറച്ചൊന്ന് അവർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബോഡിയിലുള്ള ആ ഒരു സോളിൻ്റെ എനർജി മാത്രമേ അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ഹയർ വൈബ്രേഷനിൽ പോയാൽ ആ ബോഡിയിലുള്ള എനർജീനെ അവർക്ക് ബാലൻസ് ചെയ്ത് വളരെ അവരുടെ പർപ്പസിലേക്കൊക്കെ പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് എന്നൊരു ടാസ്ക് കാണും, എന്നൊരു ട്രിഗർ കാണും നമുക്കല്ലേ. അതായത് എന്നൊരു ടെസ്റ്റ് കാണും, അറിഞ്ഞോ അറിയാതെയോ യൂണിവേഴ്സായിട്ട് ടെസ്റ്റ് ചെയ്യും, അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കാർമിക് ക്ലിയറൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും, ഒരു പാർട്ട് ഓഫ് ദ ജേർണി ആയിട്ട്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്തിട്ടും 3D വിടാൻ റെഡി അല്ല എങ്കിൽ, എനർജറ്റിക് ട്വിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ട്വിൻ എന്ന് പറയുന്നത് ആ ട്വിന്നിൻ്റെ അതായത് ആദ്യം അവേക്കണാവുന്ന ട്വിൻ, അവരുടെ ഒരു ബേസിക് ടാസ്ക്കാണ് അവരുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഷ്യസ്നെസ്സിൽ 3Dയിൽ നിന്ന് ഒരിക്കലും ആലോചിക്കരുത്. അവർ ഒരു സോൾ ലെവലിൽ മാത്രമേ ആലോചിക്കാവുള്ളൂ. നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടും ഇനി ആ ഒരു സോൾ ലെവലിൽ ആലോചിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തോട്ട് പാറ്റേണിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ സെയിം ലൂപ്പിലാണെന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് നിങ്ങളിനിയും സോൾ പർപ്പസിലേക്ക് വരാൻ സമയമുണ്ട്. ഇത് നമ്മുടെ സോൾ പർപ്പസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി റിഫ്ലക്റ്റ് ആയിട്ട് കാര്യങ്ങളെ മാഗ്നറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അതിലേക്ക് തേടി പോകുന്നില്ല. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. സോൾ പർപ്പസ് എന്താണെന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നവരോട്
ദയവേത് സോൾ പർപ്പസിനെ തേടുന്നതിലും കൂടുതലായിട്ട് ഒരു പ്രയോറിറ്റി ഇല്ല. നമ്മുടെ ഹീലിങ്ങിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് അലൈൻ ആവാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ജൂൺ 30 തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ്, ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ആവാവുന്നതാണ്. അതല്ലാതെ ജൂലൈ ഫസ്റ്റ് വീക്കിൽ റേക്കിൻ്റെ സെക്കൻഡ് ലെവൽ ക്ലാസ്സസും സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.